ക്ഷമിക്കണം, എനിക്ക് ആരോഗ്യപരമായി കുറച്ച് പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം പാട്ട് പോസ്റ്റ് ചെയ്യാതിരുന്നത്. ഇന്നും ശാരീരികമായി വയ്യ. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് വേണ്ടി ഈ പാട്ട് പോസ്റ്റ് ചെയ്യാണ്. വായനയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നിയോഗത്താലി ഭാഗം 19. നീ ആദ്യം അങ്ങോട്ടേക്ക് നടക്ക്. അവൾ നിന്നെയാണ് സ്നേഹിക്കുന്നതെങ്കിൽ എന്തിനാ എൻ്റെ ഫോൺ എടുത്തതെന്നറിയണ്ടേ? കൂടാതെ അവൾക്ക് നിന്നോടുള്ള 2 വർഷത്തെ ട്രൂ ലവും എല്ലാത്തിനും ഇന്നൊരു തീരുമാനമാക്കണം. എന്നിട്ട് വേണം എൻ്റെ സച്ചൂട്ടിയെ പാലക്കാട് പോയി കൂട്ടിക്കൊണ്ടുവരാൻ. ഉറച്ച തീരുമാനത്തോടെ റെസ്റ്റ് റൂം ലക്ഷ്യമാക്കി നടക്കുന്ന മനുവിനെ ചെറഞ്ഞു നോക്കിക്കൊണ്ട് പുറകെ നടന്നു കിരൺ. അവളുടെ അമ്മൂമ്മയുടെ ഒരു ട്രൂ ലവ്. കിരണിൻ്റെ പല്ലുകൾ ദേഷ്യത്താൽ അമർന്നുകൊണ്ടിരുന്നു. ബെഞ്ചിൽ ഇടതുകൈ നീട്ടിവെച്ച് അതിൽ തലചായ്ച്ച് കിടക്കുന്ന മൈഥിലി അടുത്ത് ആരോ നിൽക്കുന്നുവെന്ന തോന്നലിൽ തലയുയർത്തി നോക്കി. അവളെ തന്നെ നോക്കി നിൽക്കുന്ന മനുവിനെയും കിരണിനെയും കണ്ടപ്പോൾ പകപ്പോടെ ചാടി എഴുന്നേറ്റു. ആ സമയത്തെ ദേഷ്യത്തിന് വിളിച്ചു പറഞ്ഞു പോയതാണ്. കിച്ചുവേട്ടൻ നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ. പക്ഷേ രണ്ടുപേരെയും കാണുമ്പോൾ, അവരുടെ ഭാവം കാണുമ്പോൾ അറിയാതെ ഒരു വിറയൽ ഉള്ളിലൂടെ കടന്നുപോയി അവൾക്ക്. എനിക്ക് അപ്പോഴത്തെ വിഷമത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ. കിച്ചുവേട്ടന് ആ കുട്ടിയെയാണ് ഇഷ്ടമെങ്കിൽ ഞാൻ ഒരിക്കലും ഇനി ഒരു തടസ്സമായി വരില്ല. പക്ഷേ മറക്കാൻ മാത്രം എനിക്കാവില്ല. അത്രയ്ക്ക് ഞാൻ ഇഷ്ടപ്പെട്ടു പോയി. പറയുമ്പോഴും ആ വേദനയുടെ ആഴം അറിയിക്കാൻ എന്നപ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്ന് നീർമുത്തുകൾ പൊഴിഞ്ഞുകൊണ്ടിരുന്നു. ഓഹോ, എന്നിട്ട് തമ്പുരാട്ടി നേരത്തെ അങ്ങനെയൊന്നുമല്ലാലോ പറഞ്ഞത്. പറയാനും ചെയ്യാനുമുള്ളതൊക്കെ ചെയ്തു വെച്ചിട്ട് അവളുടെ ഒരു മദർ തെരേസ കളി. ദേഷ്യത്താൽ കണ്ണുകൾ ചുവന്നിരുന്നു കിരണിൻ്റെ ദേഷ്യം കണ്ട് മൈഥിലി മനുവിനെ ദയനീയമായി നോക്കി. നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ. എന്താ സംഭവിച്ചതെന്ന് നമുക്ക് ഇവളോട് ചോദിക്കാം. മൈഥിലി അവിടെ ഇരിക്കൂ. കിരൺ, നീയും ഇരിക്കേ. ഡെസ്കിൻ്റെ ഒരു വശത്തായി ഇട്ട ബെഞ്ചിൽ മൈഥിലിയും മറുവശത്ത് കിരണും മനുവും ഇരുന്നു. ഇനി പറ, നിനക്ക് ഇവനോട് എന്താണ് ഇത്ര ദേഷ്യം? നീ ഇവനെ പ്രണയിക്കുന്നുവെന്ന് പറയുന്നു. എപ്പോൾ എങ്ങനെ തുടങ്ങി? പിന്നെ ഒരു ഫോൺ കോളിൽ പോലും സംശയം തോന്നുന്ന സ്നേഹം ശരിക്കും ഒരു യഥാർത്ഥ പ്രണയമാണോ മൈഥിലി? ഒരു പെണ്ണ് ആണിനെ വിളിച്ചാൽ അതിനൊക്കെ ഒരേ ഒരു നിറം മാത്രമാണോ? ഇതിനൊക്കെയുള്ള ഉത്തരം നീ ഞങ്ങൾക്ക് തന്നേ മതിയാകൂ. മനുവിനെ തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന കിരണിന് ദേഷ്യം കയറി തുടങ്ങി. ഇവനെന്ത് കുന്തമാ പറയുന്നേ? മര്യാദയ്ക്ക് ആ ഫോൺ കോളിൻ്റെ കാര്യം ചോദിച്ചു ക്ലിയർ ചെയ്ത് പോകുന്നതിന് പകരം മുൻകാമുകിയുടെ അങ്ങനെയല്ല, അട്രാക്ഷൻ്റെ പ്രണയകഥ കേൾക്കാനിരിക്കുന്നു. ഇവന് വേറെ പണിയൊന്നുമില്ലേ? പിറുപിറുത്തുകൊണ്ട് മനുവിൻ്റെ കൈത്തണ്ടയിൽ അമർത്തിപ്പിച്ചി കിരൺ. പെട്ടെന്നുള്ള വേദനയിൽ മനു കിരണിനെ ഒന്ന് കണ്ണുരുട്ടി പേടിപ്പിച്ചിട്ട് മൈഥിലിയിലേക്ക് ശ്രദ്ധ തിരിച്ചു. കഥയെങ്കിൽ കഥ കേട്ടോളാം എന്ന രീതിയിൽ കിരണു. ഞാൻ കിച്ചുവേട്ടനെ ആത്മാർത്ഥമായി തന്നെയാ സ്നേഹിച്ചേ. കേട്ടിട്ടുണ്ട് എന്ന ഭാവത്തിൽ കിരൺ തലകുലുക്കി. ബാക്കി പോരട്ടെ മോളെ, കിരൺ മനസ്സിൽ പറഞ്ഞു. പണ്ടൊക്കെ എന്നെ തന്നെ നോക്കി നിന്നിട്ടുള്ള ഏട്ടൻ ഇപ്പോൾ എന്നെ കുറച്ചു നാളായി ശ്രദ്ധിക്കുന്ന കൂടിയില്ല. പണ്ട് കാണുമ്പോഴൊക്കെ ചിരിക്കുന്ന 2 വാക്കെങ്കിലും സംസാരിക്കുന്ന ഏട്ടൻ ഇപ്പോൾ എന്നെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറി നടക്കുന്നു. ഞാൻ ചിരിച്ചാൽ പോലും മറുചിരി നൽകാറില്ല. മനുവേട്ടനാ തിരിച്ചു ചിരിക്കാറ്. എന്നെ ഒഴിവാക്കണ പോലെ തോന്നി എനിക്ക്. കിരണിൻ്റെ മുഖം പതിയെ മനുവിൻ്റെ ചെവിക്കരികിൽ നീങ്ങി. ഡാ, നീ ട്യൂൺ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവൾ ട്യൂണാക്കിയത് എന്നെയാടാ. ഏട്ടത്തിയമ്മയെ കണ്ടവൾക്ക് എന്നോട് പ്രേമം. നിന്റെ ലവറല്ലേ എന്ന് കരുതി നീ ചിരിക്കുമ്പോൾ പണ്ട് ഞാനും വെറുതെ ഒരു ചിരി കൊടുത്തിരുന്നു. നീ വിട്ടപ്പോൾ ഞാനും വിട്ടു. അവസാനം കറങ്ങിത്തിരിഞ്ഞ് ഇതെൻ്റെ തലയിൽ തന്നെ വന്ന് വീണല്ലോ. എനിക്കെങ്ങും വേണ്ട ഇവളെ. എൻ്റെ കോൺസെപ്റ്റ് ഇതേ അല്ല. ചെവിക്കരികിലിരുന്ന് ചെവിതു നിന്ന കിരണിനെ മനു കണ്ണുരുട്ടി പേടിപ്പിച്ചു. മൈഥിലിയെ വീണ്ടും നോക്കി. ഞാൻ 2 വർഷം മുൻപാണ് കിച്ചുവേട്ടനെ ആദ്യമായി കാണുന്നത്, ഒബ്രോൺ മാളിൽ വെച്ച്. അന്ന് അറിയാതെ ഞാനും മനുവേട്ടനും പരസ്പരം കൂട്ടിയിടിച്ചപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വീണ സാധനങ്ങളൊക്കെ എനിക്ക് എടുത്തു തന്നത് കിച്ചുവേട്ടനാണ്. മനുവേട്ടൻ ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അന്ന് കിച്ചുവേട്ടൻ്റെ ആദ്യ സ്പർശം, ചിരി, സംസാരം എല്ലാം എന്നെ കീഴടക്കി. പിന്നീടുള്ള രാത്രികളിലൊക്കെ എൻ്റെ നിദ്രകളെ കടമെടുത്തത് കിച്ചുവേട്ടനാണ്.
വെറുമൊരു അട്രാക്ഷൻ എന്ന പേര് ചാർത്തി ആ അനുഭൂതിയെ മറക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ വീണ്ടും വീണ്ടും പലയിടങ്ങളിൽ വെച്ച് ആകസ്മികമായി കണ്ടുമുട്ടിയപ്പോൾ ഒരിക്കലും പറിച്ചു മാറ്റാനാവാത്ത വിധം ആൾ ഉള്ളിൽ കയറി. ഇതിനൊക്കെ സാക്ഷി എന്നപ്പോൾ എന്നും മനുവേട്ടനും കിരണേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു. PGക്ക് ജോയിൻ ചെയ്തപ്പോൾ അവിടെ ക്ലാസ്സിൽ കിച്ചുവേട്ടനെ കണ്ടപ്പോൾ ശരിക്കും ഞാൻ വണ്ടറടിച്ചു പോയി. അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു ആൾ ബിടെക്കൊക്കെ കഴിഞ്ഞ് ഫ്രണ്ടിൻ്റെ കൂടെ ആളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുമായിരുന്നെന്ന്. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഈ വരവ് എനിക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന്. മൈഥിലി പറഞ്ഞുകൊണ്ടിരിക്കെ കിരൺ പതിയെ മനുവിനെ തോണ്ടി. കഥ പാതി മുറിഞ്ഞ അസ്വസ്ഥതയോടെ മനു പുരികം ചൊളിച്ച് അവനെ നോക്കി. എടാ, ഇത് നിൻ്റെ ലവ് സ്റ്റോറിയല്ലേ? മാളിൽ വെച്ച് അവളെ കണ്ട് ഫ്ലാറ്റായി തേടി കണ്ടുപിടിച്ച് അവളുടെ പുറകെ നടന്ന് അവൾ പഠിക്കുന്ന കോളേജിൽ ചേർന്ന നീ പാരായി. സച്ചു നിൻ്റെ ലൈഫിൽ വന്നില്ലായിരുന്നെങ്കിൽ സത്യമായും നീ മൂച്ചിപ്പോയേനെ. പൊട്ടി വന്ന ചിരി കടിച്ചമർത്തിക്കൊണ്ട് പതിയെ പറഞ്ഞു കിരൺ. പറഞ്ഞത് സത്യമാണെങ്കിലും അവനെ ഒന്ന് പുച്ഛിച്ച് മനു വീണ്ടും മൈഥിലിയിലേക്ക് തിരിഞ്ഞു. ഇടയ്ക്കുള്ള കിരണിൻ്റെ പിറുപിറുക്കലിൽ മൈഥിലിയും അവനെ നോക്കി കണ്ണുരുട്ടി. എന്നിട്ട് നല്ലൊരു ജോലിയൊക്കെ കളഞ്ഞ് ആളുടെ കോളേജ് പഠനം എനിക്ക് വേണ്ടി മാത്രം ഉള്ളതാണെന്ന് ഉറപ്പായി. പിന്നീട് കോളേജിൻ്റെ ഓരോ മൂലയിലും ആ സാന്നിധ്യം ഞാൻ അറിഞ്ഞു. എന്നോട് മോശമായി പെരുമാറിയവരെ തല്ലിച്ചതച്ചു. എനിക്ക് വേണ്ടി സസ്പെൻഷൻ വരെ വാങ്ങിച്ചു. ഒരു നിഴൽ പോലെ കൂടെ വന്നു. പക്ഷേ ഒരിക്കൽ പോലും ഇഷ്ടം തുറന്നു പറഞ്ഞില്ല. എങ്കിലും ഞാൻ തിരിച്ചറിഞ്ഞു കിച്ചുവേട്ടൻ്റെ ഉള്ളിൽ ഞാൻ മാത്രമാണെന്ന്. തുറന്നു പറയാതെയുള്ള ആ പ്രണയം ഞാനും ആസ്വദിച്ചു തുടങ്ങി. പറഞ്ഞില്ലെങ്കിലും വിട്ടുപോകില്ലെന്നൊരു വിശ്വാസമുണ്ടായിരുന്നു ഉള്ളിൽ. പക്ഷേ ഇപ്പോൾ കുറച്ചു മാസങ്ങളായി എന്നെ അവോയ്ഡ് ചെയ്യും പോലെ. എന്നും കൂടെയുണ്ടായിരുന്ന നിഴൽ അപ്രത്യക്ഷമായി. തമ്മിൽ കണ്ടാൽ പോലും ചിരിക്കാതായി. അവസാനം ഞാൻ തിരിച്ചറിഞ്ഞു കിച്ചുവേട്ടൻ ഇപ്പോൾ എന്നോട് ഇഷ്ടമില്ല. അന്ന് കിച്ചുവേട്ടൻ്റെ ബാഗിൽ നിന്ന് ഫോൺ റിങ് ചെയ്യുന്നത് കേട്ടപ്പോൾ വെറുതെ ഒന്ന് എടുത്തു നോക്കിയതാ. അതിൽ മൈ ലവ് കോളിംഗ് എന്ന് കണ്ടപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. അപ്പോഴത്തെ വേദനയിലും ദേഷ്യത്തിലും എൻ്റെ നിയന്ത്രണം നഷ്ടമായിപ്പോയി. രണ്ടുപേരും എന്നോട് ക്ഷമിക്കണം. ഒരു പൊട്ടിക്കരച്ചിലോടെ മൈഥിലി ഇരുകൈകളാലും മുഖം പൊത്തി. വിരലുകൾക്കിടയിലൂടെ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ തുള്ളികൾ കാണെ കിരണിലും മനുവിലും ഒരുപോലെ വേദന നിറഞ്ഞു. നീ അന്ന് അറ്റൻഡ് ചെയ്ത കോൾ എനിക്കുള്ളതായിരുന്നു. അത് എൻ്റെ ഫോണാണ്. പതിയെ അവളുടെ കൈകളിൽ തട്ടി ആശ്വസിപ്പിച്ചു മനു. പകപ്പോടെ കൈകൾ മാറ്റി കിരണിനെയും മനുവിനെയും മാറി മാറി നോക്കിയവൾ. ചിരിയും കരച്ചിലും ഒരുപോലെ വന്ന നിമിഷം. അവളുടെ ആ ഭാവം കണ്ടപ്പോൾ മനുവിനും ചിരി പൊട്ടി. തിരിച്ച് ഒരു ചമ്മിയ ചിരി നൽകി മൈഥിലി. എന്തേ ഇനി കരയണ്ടേ നിനക്ക്? അവളുടെ ഒലക്കേമല ചിരി. നിൻ്റെ എടുത്തുചാട്ടം കാരണം തകർന്നത് ഇവൻ്റെ ജീവിതമാണ്. അവളുടെ ഓരോ കണ്ടുപിടുത്തങ്ങൾ. നിൻ്റെ എല്ലാ കണ്ടുപിടുത്തങ്ങളും തെറ്റായിരുന്നടി. നിനക്കറിയോ നിന്നെ സ്നേഹിച്ചത് ആരാണ്? ഇനിയും കിരണിനെ പറയാൻ വിട്ടാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കിയ മനു അവൻ്റെ വാപൊത്തി. എനിക്കറിയില്ലായിരുന്നു അത് മനുവേട്ടൻ്റെ ഫോണായിരുന്നെന്ന്. ഞാൻ ആ കുട്ടിയോട് സംസാരിക്കാം, എല്ലാം തുറന്നു പറയാം. ഭയത്തോടെ കിരണിനെയും മനുവിനെയും നോക്കി അവൾ. വേണ്ടടോ, താൻ പറഞ്ഞതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. ഒന്ന് തുറന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമേ ഞങ്ങൾക്കിടയിലുള്ളൂ. ഞാനത് ശരിയാക്കിക്കോളാം. താൻ ആ കണ്ണീരൊക്കെ തുടച്ച് ഹാപ്പി ആയിരിക്കട്ടോ. എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ പെങ്ങളെ. കിരണിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് പുറത്തേക്ക് നടന്നു മനു. പിന്നെ ഇപ്പോൾ ഇവൻ ഫ്രീ ആണെങ്കിലും ഇവൻ്റെ ഒരു കണ്ണ് തൻ്റെ ഫ്രണ്ടിൻ്റെ മേലുണ്ട്. അതുകൊണ്ട് വേഗം തന്നെ ഒരു മൂക്ക് കയറിട്ട് കൊടുത്തേക്ക് ഇവനെ. ചിരിയോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്കോടി മനു. അന്തം വിട്ടിരിക്കുന്ന മൈഥിലിയെ ഒന്ന് നോക്കി അവന് പുറകെ ഓടി കിരൺ. ഓടിച്ചെന്ന് മനുവിൻ്റെ ഷോൾഡറിൽ കൈയിട്ട് മുൻപോട്ട് നടന്നു അവർ. നെക്സ്റ്റ്. കിരൺ മനുവിനെ നോക്കി. മനുവിലൊരു പുഞ്ചിരി തെളിഞ്ഞു. മിഷൻ പാലക്കാട്. ഇന്ന് തന്നെ പോണോ? നാളെ രാവിലെ പോയാൽ പോരെ? നമ്മളെ കണഞ്ഞിട്ട് അവന്മാർ വിളി തുടങ്ങി. അവരോടുകൂടി എല്ലാം പറഞ്ഞിട്ട് നാളെ പാലക്കാട് വിടാം. ബൈക്ക് പാർക്ക് ചെയ്ത് കാറിലോട്ട് കയറാൻ പോകുന്ന മനു അത് കേട്ട് പല്ല് കടിച്ചു. തെണ്ടി, ഇന്നലെ മുതൽ ഞാൻ കിടന്ന് പിടക്കുന്നത് നീ കണ്ടതല്ലേ? എനിക്ക് അവളില്ലാതെ പറ്റില്ല. നീ വരുന്നില്ലേ? വരണ്ട, ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവന്നോളാം. പിന്നെ പെങ്ങളെ എന്ന് വിളിച്ച് എൻ്റെ ഫ്ലാറ്റിൻ്റെ മുൻപിൽ കണ്ടുപോരുന്നതിനെ അങ്ങോട്ട് മാറടാ ഡാഷ് മോനെ. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട്
ഇപ്പോൾ മെല്ലെ കൈയൊഴിയുന്ന നിന്നെയൊന്നും എനിക്ക് വേണ്ട. അല്ലെങ്കിലും നിനക്കിനി എന്നെ വേണ്ടല്ലോ, മൈഥിലി കിട്ടിയില്ലേ? സീറ്റിലിരുന്ന് മുരണ്ടു മനു. ആർക്ക് വേണം അവളെ? എനിക്ക് നിന്നെയും സച്ചുവിനെയും മാത്രം മതി. മുത്തേ, നീ വണ്ടിയെടുത്തേ. ഞാനിന്ന് പാലക്കാട് കണ്ടിട്ടേ ഉറങ്ങും. ചലോ ചലോ പാലക്കാട്. മനുവിൻ്റെ മുരൾച്ചയിൽ ഒറ്റയടിക്ക് പ്ലേറ്റ് മാറ്റി കാറിൽ ചാടിക്കയറി നല്ലവനായ ഉണ്ണി. ചിരിയോടെ കാർ സ്റ്റാർട്ട് ചെയ്തു മനു. സ്പീഡ് കുറക്കട്ടെ പന്നി, എനിക്ക് ജീവനോടെ അവിടെ എത്തണം. ആക്സിലേറ്ററിൽ കാലമർത്തുന്ന മനുവിൻ്റെ തുടയിൽ അടി കൊടുത്തു കിരൺ. മിണ്ടാതെ അവിടെ കിടന്നുറങ്ങിക്കോ, സ്ഥലം എത്തുമ്പോൾ ഞാൻ വിളിച്ചോളാം. ഇനിയും 1 മണിക്കൂറുണ്ട്. അവിടെ എത്തി എല്ലാം സോൾവ് ചെയ്ത് അവളെയും കൂട്ടി തിരിച്ചു വരാനുള്ളതാ. അതുകൊണ്ട് പൊന്നുമോൻ വാ അടച്ചിരിക്കേ. ദൈവമേ നീയേ തുണ. വായിൽ സിബിടും പോലെ ആക്ഷൻ കാട്ടി മ്യൂസിക് പ്ലെയർ ഓൺ ചെയ്ത് കണ്ണടച്ചു കിരൺ. സച്ചുവിൻ്റെ വീട് അടുക്കും തോറും മനുവിൽ ആകാംക്ഷയോടൊപ്പം അല്പം ഭയവും ജനിച്ചു. സച്ചുവിൻ്റെ പ്രതികരണം എങ്ങനെയാകുമെന്ന ടെൻഷൻ അവനിൽ നിറഞ്ഞു. ഒരു തവണ അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവളുടെ വീട്ടിൽ പോയിട്ടുണ്ട്. പക്ഷേ അന്ന് അവളെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. അവൾ ജോലിക്ക് പോയിരുന്നു. അന്ന് മനസ്സില്ലാ മനസ്സോടെ പോയിടത്ത് ഇന്ന് ചെല്ലുന്നത് അതിയായ ആഗ്രഹത്തോടെയാണ്. കാരണം എൻ്റെ സച്ചുവിൻ്റെ വീടാണത്. അവളുടെ കളിച്ചിരികൾ കണ്ടും കേട്ടും ഇരുന്ന വീട്, അവളുടെ മണമുള്ള വീട്. മിസ് യു മോളെ. ചുണ്ടുകൾ പതിയെ മൊഴിഞ്ഞു. സച്ചുവിൻ്റെ വീട്ടിലേക്ക് കടക്കുന്ന വഴിയിലെത്തിയപ്പോഴാണ് കിരൺ ഉറക്കമെഴുന്നേറ്റത്. എത്താറായോടാ? കൈകൾ നിവർത്തി ഒന്ന് കുടഞ്ഞു കിരൺ. ആ കാണുന്നതാണ് വീട്. ഗേറ്റ് കടക്കുമ്പോൾ കണ്ടു മുറ്റത്ത് അയയിൽ തുണി വിരിക്കുന്ന വർണ്ണികയെ. അകത്തേക്ക് കടന്നു വരുന്ന കാറിൽ ആരാണെന്നറിയാതെ നോക്കുവാണവൾ. ഡോർ തുറന്ന് പുഞ്ചിരിയോടെ ഇറങ്ങുന്ന മനുവിനെ കണ്ടപ്പോൾ ആ കുഞ്ഞിക്കണ്ണുകൾ വിടർന്നു. പുറകെ ഇറങ്ങിയ കിരൺ മനുവിൻ്റെ നോട്ടം പോയിടത്ത് നോക്കിയപ്പോൾ അറിയാതെ അവൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു. കൊച്ചു സുന്ദരി. ചുണ്ടുകൾ പതുക്കെ മൊഴിഞ്ഞു. ഞെട്ടൽ വിട്ടുമാറിയ വിച്ചു ഉറക്കെ അലറി വിളിച്ചു കനകയെ. അമ്മേ! കുഞ്ഞു ശരീരത്തിൽ നിന്ന് വരുന്ന DTS സൗണ്ട് കേട്ട് കിരണിൻ്റെ ഡയഫ്രം വരെ അടിച്ചു പോയെന്ന് തോന്നുന്നു. നശിപ്പിച്ച്. കാതുകളിൽ പൊത്തിപ്പിടിച്ചു പോയി അവൻ. അമ്മയെ വിളിച്ച് അകത്തേക്ക് ഓടുന്ന വിച്ചുവിനെ നോക്കി സൈഡിലേക്ക് ചെരിഞ്ഞു നോക്കിയ മനു കിരണിൻ്റെ ഭാവത്തിൽ കണ്ണുകൾ ചുരുക്കി. മോനെ കിരണേ, ആ കോഴിയെ പിടിച്ച് കൂട്ടിലിട്ടേക്ക്. ഇല്ലെങ്കിൽ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ഐറ്റം ആകാനാവും നിൻ്റെ വിധി. പെങ്ങളുടെ അനുജത്തി, കുഞ്ഞനുജത്തി. മനസ്സിലായോ സാറിന്? അടുത്തേക്ക് ചെന്ന് വലം കൈയാൽ മുഖത്തൊന്ന് തട്ടി മനു. അല്ലെങ്കിലും എനിക്കൊന്നും വേണ്ട അതിന്. ആദ്യം കണ്ടപ്പോൾ ഒരു സ്പാക്കടിച്ചു. പക്ഷേ സൗണ്ട്, എൻ്റെ അമ്മോ, ഉഷച്ചേച്ചി തോറ്റുപോകും. മനുവിൻ്റെ കൈക്കൊരു തട്ട് കൊടുത്തു കിരൺ. അതാര്? നിൻ്റെ വല്യമ്മയോ? അല്ല, നിൻ്റെ കുഞ്ഞമ്മ. കിരൺ പല്ലു കടിച്ചു. ഇതോ നിൻ്റെ അമ്മായി അമ്മയും സൗണ്ട് ബോക്സും വരുന്നുണ്ട്, ഡീസൻ്റ് ആയിക്കോ. വരുന്നവരെ നോക്കി പല്ലിളിച്ചു കാണിച്ചുകൊണ്ട് കിരൺ പതിയെ പറഞ്ഞു. കനകയെയും വിച്ചുവിനെയും കണ്ടപ്പോൾ മനുവിൻ്റെ കണ്ണുകൾ അവരുടെ പുറകിലേക്ക് പരതി നോക്കി. അത്രയ്ക്ക് അവൻ്റെ മിഴികൾ സച്ചുവിനെ ഒരു നോക്കു കാണാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ നിരാശയായിരുന്നു ഫലം. ചിരിച്ചുകൊണ്ടിരുന്ന അവൻ്റെ മുഖം അല്പം മങ്ങി. ഹാ മോനെ, അവിടെ തന്നെ നിൽക്കാതെ ഇങ്ങ് കയറി വാ. ഓടി വന്ന് മനുവിനെ ചേർത്ത് പിടിച്ചു കനക. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ അമ്മയുടെ മനസ്സിൽ അത്രയധികം സ്ഥാനം നേടിയിരുന്നു മനു. കയറി വാ മോനെ. കിരണിനെ കൂടി വിളിച്ചുകൊണ്ട് കനക മനുവിനെ ചേർത്ത് പിടിച്ച് സിറ്റ് ഔട്ടിലേക്ക് കയറി. അമ്മയോടൊപ്പം ഉള്ളിലേക്ക് കടന്ന 2 പേരും അവിടെ ഉണ്ടായിരുന്ന സോഫയിലിരുന്നു. അമ്മ ഇപ്പോൾ വരാട്ടോ. മരുമകനെ കണ്ട കനകയ്ക്ക് എന്ത് ചെയ്യണം, എന്ത് കൊടുക്കണം എന്നറിയാതെ ആകെ വെപ്രാളമായി. ഇന്നാണെങ്കിൽ അരവിന്ദനും സ്ഥലത്തില്ല. വിച്ചുവിനെ അവിടെ നിർത്തി കനക അടുക്കളയിലേക്കോടി. മനുവിൻ്റെ കണ്ണുകൾ ആ വീടിനുള്ളിലേക്ക് ഒഴുകി നടന്നു. ഒരേയൊരു കാഴ്ച മാത്രമേ അപ്പോൾ ആ കണ്ണുകൾ തേടുന്നുള്ളൂ. ചുറ്റും സച്ചുവിനെ പരതിക്കൊണ്ടിരുന്ന മനുവിൻ്റെ കണ്ണുകൾ ഒരു നിമിഷം വിച്ചുവിലുടക്കി. വിച്ചുവിൻ്റെ നോട്ടം മുഴുവൻ കിരണിലായിരുന്നു. എന്നാൽ നേരത്തെ കിട്ടിയ ഡോസിൽ അങ്ങനെ ഒരാൾ അവിടെ നിൽക്കുന്നെന്ന് പോലും ശ്രദ്ധിക്കാതെ മുറ്റത്തെ ചെടികളുടെ സൗന്ദര്യം ആസ്വദിക്കുന്ന തിരക്കിലാണ് കിരൺ. ആൾക്ക് അല്പം പേടിയുണ്ടേ. മോളിന്ന് കോളേജിൽ പോയില്ലേ? ഒന്ന് ചുമച്ചുകൊണ്ട് മനു വിച്ചുവിനെ നോക്കി. ഇല്ലേട്ടാ, 2 ദിവസത്തെ കറക്കം കാരണം ഭയങ്കര ക്ഷീണം, അതുകൊണ്ട് ലീവ് എടുത്തു. ഒരു വളിച്ച ചിരിയോടെ നിന്നു വർണ്ണിക. ഏട്ടൻ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട്? ഇന്നലെ കണ്ടതല്ലേ ഉള്ളൂ. വിച്ചുവിൻ്റെ ചോദ്യത്തിൽ കണ്ണുകൾ വീണ്ടും പലവഴിക്ക് പല വഴി പായിച്ചു കൊണ്ടിരുന്ന മനു ഒന്ന് സ്റ്റക്കായി.
അത് അത് ഇവനൊരു പെണ്ണ് കാണലുണ്ടായിരുന്നു ഇവിടെ. അവൻ്റെ കൂടെ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ കയറി എല്ലാവരും ഒന്ന് കാണാമെന്ന് കരുതി. അടുത്തിരുന്ന കിരണിൻ്റെ ഷോൾഡറിൽ കൈയിട്ട് ചേർത്ത് പിടിച്ച് കുലുക്കി. അതുവരെ അവിടെ ശ്രദ്ധിക്കാതെ ബാക്കി എല്ലാം ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന കിരൺ ഞെട്ടിപ്പകച്ചു നോക്കി മനുവിനെ. വിച്ചുവിൻ്റെ മുഖവും വല്ലാതായി. എന്നിട്ട് എന്തായി ഏട്ടാ, ഇഷ്ടപ്പെട്ടോ? കിരണിനെ ഒന്ന് നോക്കി മനുവിനോട് ചോദിച്ചവൾ. ഇല്ലടാ, അത് വേണ്ടെന്ന് വെച്ച്. അതെന്താ? തെളിഞ്ഞ മുഖത്തോടെ കിരണിനെ ഒന്നുകൂടെ നോക്കിയവൾ. ഇഷ്ടപ്പെട്ടില്ല. അതോടെ വിച്ചുവിന് മുഴുവനും അറിയാൻ ആകാംക്ഷയായി. കിരണാണെങ്കിൽ ഇതൊക്കെ എപ്പോൾ എന്ന പോലെ കണ്ണ് രണ്ടും മിഴിച്ച് മനുവിനെ തന്നെ നോക്കി നിൽക്കുവാണ്. ആർക്ക്? വിച്ചു വീണ്ടും വീണ്ടും അതറിയാൻ തിടുക്കം കൂട്ടി. പെണ്ണിൻ്റെ വീട്ടുകാർക്ക്. ഇവൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് അവരറിയുന്നത്. എന്ത് കാര്യങ്ങളേട്ടാ? സില്ലി മാറ്ററാണ്. ഇതൊക്കെ ഒരു വിഷയമാക്കേണ്ട കാര്യമാണെന്ന് തോന്നുന്നില്ല. നല്ലൊരു മരുമകനെ അവർക്ക് നഷ്ടമായി. അത് കേട്ടപ്പോൾ കിരൺ ഒന്ന് ഞെളിഞ്ഞിരുന്നു. ഞാനും ഒന്നറിയട്ടെ ഏട്ടാ, എന്താ സില്ലി മാറ്റർ എന്ന്? അതൊന്നുമില്ല മോളെ. ഇവൻ 2 കെട്ടിയിട്ടുണ്ട്. അതിന് 3 കുഞ്ഞുങ്ങളുമുണ്ട്. പിന്നെ 2 വർഷം കഞ്ചാവ് കേസിലകത്തായിരുന്നു. കൂടാതെ 2 ക്രിമിനൽ കേസ് കൂടിയുണ്ട്. പിന്നെ കൊച്ചിയിലൊരു കൊച്ചു ഗുണ്ടയാണിവൻ. അത്രയും ചെയ്തുള്ളൂ. അതിനാണ് അവർ ഇവനെ വേണ്ടാന്ന് വെച്ച്. സില്ലി മാറ്റർ അല്ലേ? പറഞ്ഞുകൊണ്ട് കിരണിൻ്റെ തോളിൽ പിടിച്ചു കിലുക്കി മരുൺ. ഇവൻ പാവാട്ടോ, തങ്കപ്പെട്ട സ്വഭാവമാണ്. ഇടയ്ക്കിടെ ദേഷ്യം പിടിക്കുമ്പോൾ അല്പം വയലൻ്റ് ആകുമെന്നൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അതിനിവൻ മെഡിസിൻ എടുക്കുന്നുണ്ട്. പേടിക്കാനൊന്നുമില്ല. മോൾക്ക് അറിയുന്ന നല്ല പെൺകുട്ടികളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. പൊന്നുപോലെ നോക്കിക്കോളും ഇവൻ. ഇപ്പോൾ ആകെയുള്ള ഒരാഗ്രഹം ഒരു ഭാര്യ കൂടെ വേണമെന്നാണ്. ഇവനെ കിട്ടുന്ന കുട്ടി ഭാഗ്യവതിയായിരിക്കും. നാളെ ലോകം അറിയപ്പെടും അവൾ. 3 ഭാര്യമാരിൽ നിന്നും 10 വർഷം കൊണ്ട് 10 കുട്ടികൾ വീതം 30 കുട്ടികൾ എന്ന ഗിന്നസ് റെക്കോർഡ് എത്താനുള്ള ശ്രമത്തിൽ ഇവൻ. മോളൊന്ന് അന്വേഷിക്കണം. നല്ല പെൺകുട്ടികളുണ്ടെങ്കിൽ പറഞ്ഞു തരണേ മോളെ. അതുവരെ തിളക്കത്തോടെ കിരണിനെ നോക്കിയ വിച്ചു ഭയത്താലും അവജ്ഞയാലും 2 അടി പുറകിൽ വെച്ചു. ഞാൻ അമ്മേനെ നോക്കിയിട്ട് വരാട്ടാ. തിരിഞ്ഞു നോക്കാതെ അകത്തേക്ക് ഓടി വെച്ചു. അത് കണ്ട് പൊട്ടിച്ചിരിച്ചു കൊണ്ട് കിരണിനെ നോക്കിയ മനുവിൻ്റെ വിടർന്ന ചുണ്ടുകൾ ചുരുങ്ങിപ്പോയി. 2 കണ്ണുകളും തുറപ്പിച്ചു അതീവ ദേഷ്യത്തോടെ അവനെ തന്നെ നോക്കിയിരിക്കുവാണ് കിരൺ. ഉപ്സ്, സോറി ഡിയർ. ഒരു സഹോദരൻ എന്ന നിലയിൽ ഒരു പ്രിക്കോഷൻ എടുത്തതാണ് ഞാൻ. വളിച്ച ചിരിയോടെ ഒരു കണ്ണിറുക്കി മനു. ഞാൻ എപ്പോഴടുത്തേണ്ടി 2 കിട്ടിയത്? പിന്നെ എന്തോന്നാ പറഞ്ഞ് 30 കുട്ടികളോ? ഞാൻ എന്താടാ കാമഭ്രാന്തനോ? ഇന്നേ വരെ ഒരു പെണ്ണിനെ പോലും തൊടാതെ എന്നെ നീ വികാരജീവിയാക്കി മാറ്റി. ഇനി എങ്ങനെ ഞാൻ ആ അമ്മയുടെയും പെണ്ണിൻ്റെയും മുഖത്ത് നോക്കും? ഇപ്പോൾ ഒന്നും പറയുന്നില്ല ഞാൻ. ഇതിൻ്റെ മറുപടി പോകുമ്പോൾ തരാം. ഫ്രണ്ടായിപ്പോയി. ഇല്ലെങ്കിലുണ്ടല്ലോ. ഞാൻ പോണ്. നീ എന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് വാ. ഞാൻ കാറി കാണും. ദേഷ്യത്തോടെ എഴുന്നേറ്റ് പോയി കിരൺ. അത് കണ്ടപ്പോൾ മനുവിനും സങ്കടമായി. തമാശയ്ക്ക് തുടങ്ങിയതാണെങ്കിലും പറഞ്ഞു വന്നപ്പോൾ വാക്കുകൾ അല്പം കടന്നുപോയി എന്ന് അവന് തോന്നി. അല്പം കഴിഞ്ഞ് കയ്യിൽ ചായയുമായി എത്തി വിച്ചു. ടീ ടേബിളിൽ വെച്ചുകൊണ്ട് കിരണിനെ കാണാഞ്ഞു ചുറ്റും നോക്കിയവൾ. ആ ചേട്ടൻ എവിടെ പോയി? മനുവിന് ചായ എടുത്തുകൊണ്ട് ചോദിച്ചു. എന്നോട് പിണങ്ങിപ്പോയി. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ വെറും കള്ളമാട്ടോ. വെറുതെ ഒരു തമാശക്ക് പറഞ്ഞതായിരുന്നു. പക്ഷെ അത് കൂടിപ്പോയി. മനു സത്യം തുറന്നു പറഞ്ഞു. എനിക്ക് തോന്നി ഏട്ടൻ നേരത്തെ എൻ്റെ നോട്ടം കണ്ടപ്പോൾ കള്ളം പറഞ്ഞതാണെന്ന്. ഞാൻ ശരിക്കും വെറുതെ വായി നോക്കിയതാണ്. ഏട്ടൻ പേടിക്കണ്ട കേട്ടോ. വിച്ചുവിൻ്റെ മറുപടിയിൽ മനു ചൂളിപ്പോയി. അപ്പോഴേക്കും പാത്രങ്ങളിൽ ആഹാരവുമായി കനകിയുമെത്തി. കഴിക്കും മോനെ. പലഹാരം ടേബിളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. കൂടെ വന്ന മോനെവിടെ? അവൻ കാറിലുണ്ടമ്മേ. ഒരു കോൾ വന്നിട്ട് പോയതാ. വിച്ചു, മോളൊന്ന് പോയി ആ ചേട്ടനെ വിളിച്ചോണ്ട് വാ. തലയാട്ടി അവൾ വേഗം കാറിനടുത്തേക്ക് നടന്നു. കാറിലിരുന്ന് ഫോണിൽ നോക്കുമായിരുന്ന കിരൺ ഗ്ലാസ് ഡോറിൽ ആരോ മുട്ടുന്നത് കണ്ട് ഗ്ലാസ് താഴ്ത്തി. വിച്ചുവിനെ കണ്ടപ്പോൾ കിരണിന് മുഖത്ത് നോക്കാൻ വല്ലാതെയായി. വാ ചേട്ടാ, ചായ കുടിക്കാം. എനിക്ക് വേണ്ട, പെങ്ങൾ പോയിക്കോ. വാ ചേട്ടാ. മനുവേട്ടൻ കളവ് പറഞ്ഞതാണെന്ന് എനിക്കറിയാം. മനുവേട്ടൻ തന്നെ അത് പറഞ്ഞു. മടി കാണിക്കാതെ വാ. ഈ ഏട്ടനും എനിക്ക് മനുവേട്ടനെ പോലെ തന്നെയാ. അത് കേട്ടപ്പോൾ കിരണിൻ്റെ മുഖം തെളിഞ്ഞൊരു ചിരി നൽകി വിച്ചുവിൻ്റെ കൂടെ ഉമ്മറത്തേക്ക് കയറുമ്പോഴാണ് കനകയുടെ സംസാരം കേട്ടത്. സച്ചു നാളെ എത്തുമോ മോനെ?
കേട്ട ചോദ്യത്തിൽ വായിൽ വെച്ച ചായ ചുമച്ചുകൊണ്ട് പുറത്തേക്ക് തുപ്പുമ്പോഴാണ് ഉറക്കെയുള്ള പൊട്ടിച്ചിരി കേട്ടത്. മുറ്റത്തേക്ക് നോക്കുമ്പോൾ കണ്ടു സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് വയർ പൊത്തിപ്പിടിച്ച് ചിരിച്ചു മറയുന്ന കിരണിനെ. ഇതിനെയാണ് പറയുന്നത് പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കുമെന്ന്. തുടരും. ഇന്നത്തെ വായനയിൽ സ്വല്പം തെറ്റുകളുണ്ടായിരുന്നു. അത് എൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെയൊരു പ്രശ്നം വന്നത്. കഥ ഇഷ്ടമാകുകയാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നാളെ വീണ്ടും അടുത്ത ഭാഗവുമായി വരാം. ബൈ.